ഇപ്പോഴേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി, എന്തായാലും വിമാനം എത്താൻ വൈകുമെന്നുള്ള വിവരം വന്നു കഴിഞ്ഞു. ആരെങ്കിലും ഇവിടെ പ്രതികരണത്തിനുള്ള സാധ്യതയുണ്ടോ? ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. എൽദോ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ കാർഗോ കോംപ്ലക്സിന്റെ ഭാഗത്താണ് ഇത് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ബന്ധുക്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസുകളാണ്. അവർ 7 പേരുടെ മൃതദേഹമാണ് ഇവർ ഇവിടെ ഏറ്റുവാങ്ങുന്നത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവരുടെ സജ്ജീകരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ആംബുലൻസുകളിലാണ് ഇവിടേക്ക് കൊണ്ടുപോകുന്ന പ്രത്യേക ക്രമീകരണങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇവിടെ രാവിലെ തന്നെ അവരെത്തുകയും കൃത്യമായ സമയത്തോടുകൂടി തന്നെ അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നു. മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് അവർ ഇത് ഏറ്റുവാങ്ങുന്നു. നേരത്തെ സോണൽ ഡി.ജി വിശദീകരിച്ചതുപോലെ എല്ലാ വാഹനങ്ങൾക്കും തന്നെയും നമ്മൾ പൈലറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ എത്ര പേർക്ക്? There are 9 members. 9 vehicles, 18 members. But 1 minute. தமிழ் பேசுவோம். நாங்கள் ப்ரெஸ் கொடுக்கக்கூடாது. தமிழ் பேசுவோம். ലൈവല്ല ഇല്ല പ്രസ് റിലീസ് ഞങ്ങൾ കൊടുക്കக்கூடாது. ഓക്കെ. അവർക്ക് ആ രീതിയിലൊരു വിശദീകരണം ഔദ്യോഗികമായിട്ടൊക്കെ നൽകുന്നതിലെല്ലാം തന്നെ സാങ്കേതികമായ ചില തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കൊപ്പം ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ നൂഹ് അല്ലെ, നൂഹിന്റെ ബന്ധുക്കൾ ഇവിടേക്ക് ചേരുന്നു. എത്ര കാലമായിരുന്നു അവിടേക്ക് എത്തിയിട്ട്? ഏകദേശം 10 വർഷത്തോളായി. ഇപ്പൊ ഈ കമ്പനി ജോയിൻ ചെയ്തിട്ട് ആളിപ്പോ 2 മാസമാണുള്ളൂ. ഇന്നലെയാണോ അറിയിപ്പോ? ഞങ്ങൾ ഇന്നലെ 3 മണിക്ക് ശേഷമാണ്, വെളുപ്പോടെ 3 മണിക്ക് ശേഷമാണ് അറിയുന്നത് മരണപ്പെട്ടവരും. അപ്പോൾ അത് സംഭവം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. കുടുംബങ്ങളെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് ആളെ മനസ്സിലായത് മരണപ്പെട്ടു എന്നുള്ളത്. പ്രതീക്ഷയിൽ അങ്ങനെ ഒന്നില്ലാന്ന് പറഞ്ഞു. ആളെ ഫോണ് വരെ റൂമിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയാണ്, പക്ഷെ കഴിഞ്ഞില്ല. വീട്ടില് നൂഹിന് 3 ചെറിയ പിഞ്ചു മക്കളാണ്, 3 പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാലോ, ഒരു കുട്ടികളെ കെട്ടിച്ചയക്കണമെങ്കിൽ എത്ര കാശ് വേണം. അതുമാത്രമല്ല, വളരെ വിഷമപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബമാണ്. ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നത്. വീട് പണി തന്നെ വളരെ വിഷമത്തിലാണ്. വീടിന്റെ പണി തന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല, ലോണും അതും ഇതെല്ലാം കിടക്കുന്നത്. അയൽവാസിയിലെ സ്ത്രീകളെ സ്വർണ്ണമൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് വീട് പണിയൊക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴത് സ്വർണം ബാങ്കിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനൊരു മാർഗം എവിടെന്നാ കിട്ടാന്നുള്ളത് അറിയില്ല. അതെ, ഞങ്ങളൊക്കെ ജ്യേഷ്ഠന്മാര്, എന്റെ അഞ്ചനാണ്, ഇതൊരു ജ്യേഷ്ഠനാണ്, ഇത് സ്നേഹിതന്, ഇത് നമ്മളെ. എൽദോ, മലപ്പുറം സ്വദേശിയായ നൂഹിന്റെ ബന്ധുക്കളാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം നമ്മൾ ഈ പ്രവാസി മലയാളികൾ എന്ന് പറയുമ്പോൾ അതിൽ അങ്ങേയറ്റം വികാരവായ്പോടെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്. കാരണം ഒരുപാട് കഷ്ടതകൾ, സഹനങ്ങൾ അതിലൂടെ എല്ലാം കടന്നാണ് പോകുന്നത്. ഈ പ്രവാസ ലോകത്തിന്റെ ഒരു പകിട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിനപ്പുറം അവർ പോരുന്ന വഴികളുണ്ട്. അത് തന്നെയായിരുന്നു അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. എന്റെ വീട് പണിയുകയാണ്, മറ്റുള്ളവരെല്ലാം തന്നെ സഹായിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന 3 ചെറിയ കുട്ടികൾ ഉള്ള ഒരു കുടുംബം. ആ വാക്കുകളിൽ മുഴുവൻ ആകുലതയും ആശങ്കയും എല്ലാം ഭാവിയെക്കുറിച്ചുണ്ട്. കാരണം അവരൊരു അത്താണി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ചെറിയ വാക്കുകളിൽ ഇനിയുള്ള മുഴുവൻ ആശങ്കയും അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇതുപോലുള്ള ആളുകളാണ്, അവർ നമ്മുടെ സഹോദരങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത്തരം സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവരുടെ ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന പലരുടെയും ബന്ധുക്കൾ പല ഭാഗങ്ങളിലുമുണ്ട്. ചിലരൊന്നും പ്രതികരണത്തിലേക്ക് തയ്യാറെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടില്ല. എന്തായാലും ഇതെല്ലാം സംഭവിക്കുന്നു എന്നതാണ്. വിമാനം തിരിച്ച് അവരുടെ ഭൗതിക ശരീരങ്ങളുമായി വരുന്ന വിമാനം അതിന്റെ ഒരു ലാൻഡിംഗ് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഓരോരുത്തരും നെടുമ്പാശ്ശേരിയിൽ. എൽദോ.
ഓക്കെ, ഡാനി തുടരുക. അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. ഞാൻ അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, ഇപ്പോൾ ഡാനിയോട് സംസാരിച്ചത് നൂഹിന്റെ